ലോങ് ടേം ലയബിലിറ്റീസ് ഏതാണ്ട് 46,968 കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. ഷോർട്ട് ടേം ലയബിലിറ്റീസ് ബോറോയിങ്സ് 2,587 കോടി രൂപയുടെ ബാധ്യതയുണ്ട്. പിന്നെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാൻ എന്താണ് പറയുന്നത്? അതായത് ഇലക്ട്രിസിറ്റി ബോർഡ് KSRTC പോലെ ആയിക്കൊണ്ടിരിക്കുന്നു. KSRTC പോലെ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു തരത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലേക്ക് KSRTC തകർന്നിരിക്കുന്നു. അവിടെ ഇപ്പോൾ പെൻഷൻ കൊടുക്കുന്നത് തന്നെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സർക്കാർ കടം മേടിച്ചാണോ കൊടുക്കുന്നത്, അല്ലാതെ അതോടൊപ്പം തന്നെ അവിടെയുള്ള ശമ്പളവും പെൻഷൻ പോലും കൊടുക്കുന്നത് സർക്കാർ കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചാണ്, അല്ലാതെ അവരുടെ വരുമാനം കൊണ്ടല്ല. എന്ന് പറയുമ്പോൾ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു തകർച്ചയുടെ ഒരു ചിത്രമാണ് KSRTCയുടെ തകർച്ചയെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം KSRTC പോലെ ആയിക്കൊണ്ടിരിക്കുകയാണോ? ഈ കണക്കുകളൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നത്. എൻ്റെ ചെയർമാനും പറയുന്ന അതാണ്. അത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊക്കെ പോട്ടെ, തീർച്ചയായും അതായത് നമ്മുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകുന്ന രീതിയിലേക്ക് നമ്മൾ നീങ്ങുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അടിത്തറ തന്നെ തകരുന്ന നിലയിലേക്ക് പോകുന്നു എന്നുള്ള ഗൗരവമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മളിത് കാണണം. ഇനി അടുത്ത് ഇവിടെ ചോദിച്ചൊരു ചോദ്യം, ഇതിനെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യാം? അതായത് ഇലക്ട്രിസിറ്റി ബോർഡ് പോലുള്ള ഒരു വലിയ മഹാസ്ഥാപനം, അതായത് അവർ ഒരുപാട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വരുമാനം കൂട്ടാനായിട്ട് തീർച്ചയായിട്ടും അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് നടത്തേണ്ടതുമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്ന ഒരു കാര്യം, ഓൺലി സൊല്യൂഷനായിട്ട് അവർ അവതരിപ്പിച്ചിരിക്കുന്നത് നിരക്ക് കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. അതിനോടാണ് എനിക്കൊരു വിയോജിപ്പ്. ഓൺലി സൊല്യൂഷൻ, വേറെ ഒരു സൊല്യൂഷനും ഇല്ല. ആകപ്പാടെ ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരക്ക് കൂട്ടി മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ എന്നുള്ള ഒരു നിലപാടാണ് ഇലക്ട്രിസിറ്റി ബോർഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശമ്പള പെൻഷൻ ചിലവുകൾ കുറയ്ക്കുന്നതിനെ പറ്റി ചിന്തിച്ചൂടെ? അല്ലെങ്കിൽ മറ്റ് അനാവശ്യ ചിലവുകൾ കുറയ്ക്കുന്നതിനെ പറ്റി ചിന്തിച്ചൂടെ? ട്രാൻസ്മിഷൻ ലോസ് മൂലം വന്നിരിക്കുന്ന അത് കുറയ്ക്കുന്നതിനെ പറ്റി ചിന്തിച്ചൂടെ? അല്ലെങ്കിൽ റവന്യൂ ലീക്കേജസ് വന്നിരിക്കുന്നതിനെ പറ്റി കുറയ്ക്കുന്നതിനെ പറ്റി ചിന്തിച്ചൂടെ? അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പിന്നെ പണമടച്ചില്ലെങ്കിൽ അവരുടെ ഫ്യൂസ് ഊരുന്നതിനെ പറ്റി നമുക്ക് ചിന്തിച്ചുകൂടെ? പല മേഖലകളിലും നമ്മൾ മെക്കനൈസേഷൻ കൊണ്ടുവന്ന് മാറ്റങ്ങൾ വരുത്തുന്നതിനെ പറ്റി ചിന്തിച്ചുകൂടെ? ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലും മറ്റ് മേഖലകളിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നുകൂടെ? അപ്പോൾ ഈ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമല്ലോ. ഇതൊന്നും ചെയ്യാതെ നമ്മളിപ്പോൾ അതായത് ഇലക്ട്രിസിറ്റി ബോർഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം മെച്ചമാണ്, ഞങ്ങൾ അങ്ങനെയാണ് നടത്തുന്നത് എന്നൊക്കെ പറയുന്നതിൽ എന്താ അടിസ്ഥാനം? അപ്പോൾ ഇതും ചെയ്യണം. അതായത് നിരക്ക് നമുക്ക് കുറേ വർദ്ധിപ്പിക്കാം, തീർച്ചയായിട്ടും നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ വലിയൊരു നിരക്ക് വർധന 3 ഗഡുവായിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിനുള്ള എല്ലാ സൊല്യൂഷനും കൂടെ വേറെ ഒറ്റ നിരക്ക് വർധന 3 ഗഡുവായിട്ട് നടപ്പിലാക്കുക എന്ന് പറയുന്നു. അതിനൊരു ന്യായീകരണമില്ല. അതേസമയത്ത് നമുക്ക് ന്യായമായിട്ടുള്ള ഒരു നിരക്ക് വർധന നടത്താം. അതോടൊപ്പം തന്നെ അടിസ്ഥാനപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരണം. ഇവിടെ ഒരു സുഹൃത്ത് ചൂണ്ടിക്കാണിച്ചു, അതിനകത്ത് നടക്കുന്ന ട്രേഡ് യൂണിയൻ മാഫിയ ഇലക്ട്രിസിറ്റി ബോർഡിനെ തകർക്കുന്നു. ഒരു ചെയർമാനെ പോലും അവരവിടെ പുകച്ച് ചാടിച്ചു. അതൊക്കെ ഗൗരവമായിട്ടുള്ള ഇഷ്യൂ ആണ്. അവിടെ നിലനിൽക്കുന്ന വ്യവസ്ഥിതി ഏതാണ്? മാഫിയ വ്യവസ്ഥിതി ഏതാണ്? അത് മാറണ്ടേ? അതിനെപ്പറ്റിയും നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്.